Hi all. So നമ്മൾ ഇന്ന് MH019 എമർജിംഗ് ഇഷ്യൂസ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇതില് യൂണിറ്റ് 1 ആണ്, മൊഡ്യൂൾ 1 യൂണിറ്റ് 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. സോ പാർട്ട് 1 ഈ ഒരു സെഷൻ ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ പാർട്ട് 1 അല്ലെങ്കിൽ യൂണിറ്റ് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഹെൽത്ത് എക്കോസിസ്റ്റം ആണ്. സോ ഇതിൽ നമ്മൾ ഡിജിറ്റൽ ഹെൽത്തിന്റെ ഫൗണ്ടേഷൻ പറ്റിയിട്ട് സംസാരിക്കും, അതിന്റെ ചാലഞ്ചസ്, അതിന് ഹിസ്റ്ററിനെ പറ്റി സംസാരിക്കും, അതുപോലെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ പറ്റിയിട്ടും സംസാരിക്കും. സോ ഇത് ഈ പാർട്ട് 1 5 ടോപ്പിക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഹെൽത്ത് എക്കോസിസ്റ്റം, രണ്ടാമത് ഹിസ്റ്ററി ഓഫ് ഡിജിറ്റൽ ഹെൽത്ത്, പിന്നെ ഡിജിറ്റൽ ഹെൽത്ത് അഡോപ്ഷൻ ചാലഞ്ചസ് ഇൻ ഇന്ത്യ, പിന്നെ ഡിജിറ്റൽ ഹെൽത്ത് റെവല്യൂഷൻ ഇൻ ഇന്ത്യ, ആൻഡ് ഫൈനലി നമ്മൾ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡിജിറ്റൽ ഹെൽത്ത്? സോ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഹെൽത്ത് ഇക്കോസിസ്റ്റം ആണ്. സോ ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ബേസിക്കലി ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ യൂസിനെ കൊണ്ട്, അല്ലെങ്കിൽ IT യൂസ്, അതിന്റെ ആപ്ലിക്കേഷൻസിനെ കൊണ്ട് നമ്മള് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെഡിസിൻ എന്നുള്ള ഒരു മേഖലയിൽ ഉണ്ടാക്കുന്ന ഡെവലപ്മെന്റ്സ് ആണ് ബേസിക്കലി ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഡെവലപ്മെന്റ്സ് കാരണം നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എന്താ പറയുക, മെഡിക്കൽ പ്രാക്ടീസിനെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കാൻ പറ്റും. നമ്മള് ഡിസീസ് ഡയഗ്നോസിസ്, അതുപോലെ ട്രീറ്റ്മെന്റ്, ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രീംലൈൻ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്ത്നെസ് അല്ലെങ്കിൽ ഓവറോൾ വെൽനെസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബേസിക്കലി ഡിജിറ്റൽ ഹെൽത്തിൽ വരുന്ന കാര്യം. സോ അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ 3 കോമ്പണൻസ് ആണ് ഉള്ളത്. ഇതിപ്പോ കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ. സോ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്നുള്ള കൺസെപ്റ്റിൽ 3 കോമ്പണൻസ് ആണ് ഉള്ളത്. മെയിൻലി ആക്സസിബിലിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. സോ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ എത്തിപ്പെടാൻ പറ്റുന്ന, അത് ഒന്നാമത്തത്. രണ്ടാമത്തത് അഫോർഡബിലിറ്റി, എല്ലാവർക്കും ഒരേപോലെ ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്. ആൻഡ് മൂന്നാമത്തത് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. സോ ഇനീഷ്യലി നമ്മളിപ്പോ ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂവിന് വേണ്ടി ഡോക്ടറെ കാണിക്കുകയാണ്. സോ അത് അവിടെ മാത്രമല്ല, ആ കെയറിൻ്റെത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഓവറോൾ വെൽനെസ് എന്നുള്ള ഒരു പിക്ചർ ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, റാദർ ദാൻ ട്രീറ്റിംഗ് ഫോർ ഡിസീസ് എന്നുള്ളതിനേക്കാളും. സോ ഇത് 3ആണ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിന്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. സോ ആക്സസിബിലിറ്റി ഇൻ ദ സെൻസ് എല്ലാവർക്കും ആക്സസിബിൾ, എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലൈക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ദാറ്റ് ഇസ് അഫോർഡബിലിറ്റി. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, റാദർ ദാൻ ജസ്റ്റ് ഡിസീസിന് ട്രീറ്റ് ചെയ്യാന്നുള്ളതിനേക്കാളും ഓവറോൾ വെൽനെസ്സിന് നമ്മൾ കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് കീ കോമ്പണൻസ് ഓഫ് ഡിജിറ്റൽ ഹെൽത്ത്. സോ ഡിജിറ്റൽ ഹെൽത്തിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തത് മൊബൈൽ ഹെൽത്ത്. സോ മൊബൈൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഹെൽത്ത് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ റിമൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഫോണിലാണെങ്കിലും നമുക്ക് വെൽനെസ് ആപ്സ് ഒക്കെ ഉണ്ട്. ഈവൻ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്സ് ഉണ്ട്, എക്സ്ട്രാ നമ്മൾ ആപ്സ് ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിമൈൻഡർ തരും. മെഡിസിൻ എടുക്കാനുണ്ടെങ്കിൽ അതിനൊരു റിമൈൻഡർ, അല്ലെങ്കിൽ നമ്മൾ ഒരു വാക്കിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട്, ഹാർട്ട് റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ, അതാണ് മൊബൈൽ ഹെൽത്ത്. പിന്നെ വരുന്നത് ടെലി ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ. സോ ടെലി ഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു അസുഖം വരാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഫേസ് ടു ഫേസ് കാണുന്നതിന് പകരം നമ്മൾ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഡോക്ടറെ അടുത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡോക്ടർ വേറെ എവിടെയോ ആണ്, അവർക്ക് നമ്മളുമായിട്ട് ഐ ടു ഐ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഡോക്ടറിനെ കണക്ട് ചെയ്യാൻ ഒരു മീഡിയം, ത്രൂ വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ ഓഡിയോ കോൾ, അതിനാണ് ടെലിമെഡിസിൻ അല്ലെങ്കിൽ ടെലി ഹെൽത്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ ട്രീറ്റ്മെന്റ് അവിടെ നടക്കും, ബട്ട് നമ്മൾ ഡോക്ടറിനെയോ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പേഴ്സണലായി പോകേണ്ട ആവശ്യമില്ല, ഡോക്ടറിനെ നമ്മൾ പേഴ്സണലായി കാണേണ്ട ആവശ്യമില്ല. ഒരു വീഡിയോ കോൺഫറൻസ് വഴി നമുക്ക് കൺസൾട്ടേഷൻ നടത്താം.
പിന്നെ വരുന്നതാണ് വെയറബിൾ ഡിവൈസസ് അല്ലെങ്കിൽ IoT എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സോ ഇതിൽ വരുന്നത് ബേസിക്കലി സ്മാർട്ട് വാച്ചസ്, അതുപോലെ തന്നെ ഫിറ്റ്നസ് ബാൻഡ്സ് ഒക്കെ. സോ ഇതൊക്കെ നമ്മള് ഓരോ ഒരു തരത്തില് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഫിറ്റ്നസ് ബാൻഡ്സ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിൽ കൂടെ നമുക്ക് നമ്മള് ഹാർട്ട് റേറ്റ്, ഓക്സിജൻ, SpO2, നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ കണ്ടന്റ്, പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്തു, നമ്മളുടെ ഹാർട്ട് ബീറ്റിന്റെ ഇന്റൻസിറ്റി എത്രയായിരുന്നു, നമ്മുടെ ബ്രീത്തിങ് സ്റ്റൈൽ എന്തായിരുന്നു, എയറോബിക് ആണോ എനോറോബിക് ആണോ, അല്ലെങ്കിൽ ഫാറ്റ് ബേണിംഗ് സ്റ്റേജ് ആണോ. സോ ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഫിറ്റ്നസ് ബാൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് വാച്ചസ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ വരുന്നത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. സോ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ജീൻ ടൈപ്പ് ഇത് രണ്ടും കൊലാബറേറ്റ് അല്ലെങ്കിൽ ഇത് രണ്ടിനെയും കൺസിഡർ ചെയ്തിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് കെയർ അല്ലെങ്കിൽ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ പേഴ്സണലൈസ്ഡ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക. അതാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്ത് കെയറിന് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഡയഗ്നോസ്റ്റിക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, റിസൾട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ ഹെൽപ്പോട് കൂടി ഓൾറെഡി ഉള്ള ഡേറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ബെറ്റർ റിസൾട്ട്സ്, ഇംപ്രൂവ്ഡ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ ഡ്രഗ് റിക്കവറി, പുതിയ ഡ്രഗ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ അസുഖത്തിന് പുതിയ ട്രീറ്റ്മെന്റ് എന്താ പറയുക റെക്കമെൻഡേഷൻസ് നമുക്ക് AI യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ബിഗ് ഡേറ്റ അനലറ്റിക്സ്. സോ ഇതും സിമിലർ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒരുപാട് ഡേറ്റ ഉണ്ട് നമ്മളുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള. നമ്മൾ ഇത്രയും കാലം ഈ ലോകത്തുള്ള എല്ലാ പേഷ്യൻസും അല്ലെങ്കിൽ അസുഖം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ കൂടെ കടന്നുപോയ ആൾക്കാരുടെ ഡേറ്റ അത് കമ്പയർ ചെയ്താൽ തന്നെ ആ ഡേറ്റാസ് കമ്പയർ ചെയ്താൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. സോ ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ബെറ്റർ ഡയഗ്നോസിസ്, ബെറ്റർ ട്രീറ്റ്മെന്റ്, അതുപോലെ ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ, ഇതൊക്കെ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇംപ്രൂവ് ആയിട്ട് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം കുറച്ചുകൂടെ നമുക്ക് ഇംപ്രൂവ് ആക്കാൻ പറ്റും. പിന്നെ വരുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാല് സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ഹെൽത്ത് കെയർ മാനേജ്. സോ അതാണ് നമുക്ക് ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്. സോ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ EHR, EMR, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. സോ ഈ എന്താ പറയാ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഡേറ്റ കുറച്ചുകൂടെ ആക്സസബിൾ ആയിരിക്കും. ആക്സസബിൾ ആൻഡ് സ്റ്റോറേജ് നമ്മൾ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. എല്ലാം പേപ്പർ വർക്കിന്റെ കാളും ഡേറ്റ ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ആക്സസബിൾ ആയിരിക്കും. പ്ലസ് അതിന്റെ സെക്യൂരിറ്റി ബെറ്റർ ആയിരിക്കും. പിന്നെ അത് നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. പിന്നെ ഇതുപോലെ ഡേറ്റ കമ്പാരിസൺ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ അത് ഹെൽപ്പ് ചെയ്യും ഈ ബിഗ് ഡേറ്റ അനലറ്റിക്സിലൊക്കെ. പിന്നെ വരുന്നത് ഓപ്പറേഷണൽ സപ്പോർട്ട് സിസ്റ്റംസ്. സോ ഓപ്പറേഷണൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ എന്താ പറയാ ഈ ഡയറക്റ്റ് ക്ലിനിക്കൽസ് അല്ലാണ്ട് വരുന്നത് ഈ അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂളിംഗ്, ബില്ലിംഗ്, പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ. സോ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതും ഓപ്പറേഷണൽ സപ്പോർട്ട് സിസ്റ്റംസും ഡിജിറ്റൽ ഹെൽത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പണന്റ് ആണ്. സോ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ഡിജിറ്റൽ ഹെൽത്ത്. സോ ഡിജിറ്റൽ ഹെൽത്തിന്റെ ഹിസ്റ്ററിയിൽ 1907 ആണ് മയോ ലാബ് രജിസ്റ്റേഴ്സ് പേഷ്യന്റ് ലോഞ്ചിങ് പേപ്പർ ഇൻഡിവിജ്വൽ പേഷ്യന്റ് റെക്കോർഡ്സ്. സോ മയോ ലാബ് എന്ന് പറയുന്നത് US ഒരു വലിയ ചെയിൻ ഓഫ് ഹെൽത്ത് കെയർ ക്ലിനിക്കൽ സെറ്റപ്പ് ആണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അവർ ഇന്ത്യയിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ആയിട്ട് കൊലാബറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ക്ലിനിക്സ് ആണ് മയോ ക്ലിനിക് എന്ന് പറയുന്നത്. ഇവിടുന്നാണ് ഡിജിറ്റൽ ഹെൽത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവരാണ് ഫസ്റ്റ് ആയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സ് ലോഞ്ച്ഡ്. പിന്നെ 1947 ജേക്കബ് യെഷ്ലേമി ഇവാലുവേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്സ് ഓഫ് എക്സ്റേ ഡയഗ്നോസിസ്. സോ രണ്ടാമത്തെ ടൈം ലൈൻ മൈൽ സ്റ്റോൺ വരുന്നത് ഇവിടെയാണ് 1947. സോ എക്സ്റേ ഡയഗ്നോസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തു rather than just manually ചെയ്യുന്നതിനേക്കാളും. 1963 മെഡ്ലാസ് ഡെവലപ്ഡ് ബൈ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ.
പിന്നെ അതിനുശേഷം 1965 ഫസ്റ്റ് LNIC ബേസ്ഡ് മെഡിക്കൽ ഹിസ്റ്ററി സിസ്റ്റം ആൻഡ് MGH റിമോട്ട് ആക്സസ് സിസ്റ്റം. പിന്നെ വരുന്നത് ഏർലി AI സിസ്റ്റംസ് ആണ്. സോ അത് 1970s ഏർലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ അവിടെ 4 മേജർ സിസ്റ്റം ആണ് എമേർജ് ചെയ്തത്. സോ ഫസ്റ്റ് വരുന്നത് 1972 ഇന്റർനെസ്റ്റ് 1. സോ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗ്. സോ ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതിന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ മെഡിസിനിലെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. സോ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അസുഖങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഡിസീസിന് സെയിം സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സിംറ്റംസ് വെച്ചിട്ട് ഇത് രണ്ടും രണ്ട് ഡിസീസ് ആണെന്ന് കണ്ടുപിടിക്കണം. അതിനാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ സിംറ്റംസും സെയിം ആയിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒന്ന് സോ അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യുന്നത്. സോ ഇന്റേണൽ മെഡിസിനിൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ പേർപ്പസ് എന്ന് പറയുന്നത്. സോ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ നോളജ് ബേസ് ഓഫ് കാഷ്വൽ ആൻഡ് ടാക്സോമിക് റിലേഷൻഷിപ്പ്, പവർഫുൾ റാങ്കിങ് ആൽഗരിതം. സോ ഇവിടെയാണ് ഇവർ ഫസ്റ്റ് ആയിട്ട് ആൽഗരിതംസ് അല്ലെങ്കിൽ ഡേറ്റ യൂസ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ മൈസിൻ, അത് 1976 സ്റ്റാൻഫോർഡ് മെഡിക്കൽ സ്കൂൾ ഡെവലപ്പ് ചെയ്തതാണ്. സോ അവരുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് തെറാപ്പി. സോ ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്. സോ ആ ഡിസീസ് തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. സോ അതിന്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത് റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം, ഹയർ ആക്യുറസി ആൻഡ് എഫക്റ്റീവ്നെസ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. മൂന്നാമത്തത് PIP, അത് 1976 സോ അത് ഡെവലപ്പ് ചെയ്തത് MIT. പിന്നെ ടഫ്സ് ന്യൂ ഇംഗ്ലണ്ട് മെഡിക്കൽ സെന്റർ, ഇവർ രണ്ടാളുടെയും കൊളാബറേഷനിലൂടെ ഡെവലപ്പ് ആയതാണ് PIP. സോ അവരുടെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവാലുവേഷൻ ഓഫ് പേഷ്യൻസ് വിത്ത് എഡിമ. സോ എഡിമ എന്ന് പറയുന്നത് നീർക്കെട്ട് എന്ന് പറയും. സോ ഇവരുടെ കീ ഫീച്ചേഴ്സ്, അവരെ ആ ആപ്ലിക്കേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പേഷ്യന്റ് ഡേറ്റ, നോളജ് റെപ്പോസിറ്ററി, ഇന്റർസെക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് റെപ്പോസിറ്ററി, പിന്നെ സൂപ്പർവൈസർ പ്രോഗ്രാം. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് ഡെവലപ്പ് ചെയ്തത്. പിന്നെ വരുന്നത് കാസ്നെറ്റ്, അത് 1978 റജേഴ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അവരുടെ പേർപ്പസ് എന്താന്ന് വെച്ചാൽ കൺസൾട്ടേഷൻ ആൻഡ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ്. കണ്ണിന്റെ പ്രഷർ കൂടുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലം ആണ് ഗ്ലോക്കോമ. അപ്പൊ അതിന്റെ കൺസൾട്ടേഷന് വേണ്ടി ഉണ്ടാക്കിയതാണ് കാസ്. സോ അവർ യൂസ് ചെയ്ത ആപ്ലിക്കേഷന്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പാറ്റേൺ റെക്കഗ്നിഷൻ, കൺസെപ്ച്വൽ സ്ട്രക്ചർ ടു റെപ്രസെന്റ് ഡിസീസ് പ്രോസസ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് ഡിജിറ്റൽ ഹെൽത്ത്, അതിന്റെ ഇമേജിംഗ്, റോബോട്ടിക്സ് ആൻഡ് ടെലിമെഡിസിൻ. സോ 1988 റോബോട്ടിക്സ് ഡെവലപ്പ് ആയി. സോ ഫസ്റ്റ് റോബോട്ട് ഇൻ സർജറി തിയേറ്റർ ഫോർ CT ഗൈഡഡ് ബ്രെയിൻ ബയോസ്കോപ്പി, അതാണ് ഒരു ലാൻഡ്മാർക്ക്. ഫസ്റ്റ് റോബോട്ടിക് സർജറി അല്ലെങ്കിൽ ഫസ്റ്റ് റോബോട്ട് ഇൻ സർജറി, CT ഗൈഡഡ് ബ്രെയിൻ ബയോപ്സി ആണ് ഫസ്റ്റ് ആയിട്ട് ചെയ്തത് ഒരു റോബോട്ട്. പിന്നെ 1999 ഡാവിഞ്ചി. സോ ഇൻറ്റ്യൂട്ടീവ് ഡാവിഞ്ചി റോബോട്ടിക് സർജിക്കൽ സിസ്റ്റം മെയ്ഡ് അവൈലബിൾ ഇൻ യൂറോപ്പിൽ റോബോട്ടിക് സർജിക്കൽ സിസ്റ്റംസ് അവൈലബിൾ ആയി 1999. പിന്നെ 2000 to 2001 ഇന്ത്യ ടെലിമെഡിസിൻ. ISRO partnered with Apollo to launch SATCOM based telemedicine in India. സോ ഇവിടെ നമ്മൾ ടെലിമെഡിസിൻ 2001 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെലിമെഡിസിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറെ കാണാണ്ട് നമ്മൾ ഒരു വീഡിയോ കോൺഫറൻസ് വഴി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. പിന്നെ 2020 ഡീപ് മൈൻഡ്. The Google DeepMind uses AI to solve the decade-old protein folding problem. So 2020 ഡീപ് മൈൻഡ് വരെ എത്തി നിൽക്കുന്നു നമ്മളുടെ ഡിജിറ്റൽ ഹെൽത്തിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അടുത്തത് ഡിജിറ്റൽ ഹെൽത്ത് അഡോപ്ഷൻ ചാലഞ്ച്. സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി തന്നെയാണ്. ബിക്കോസ് നമുക്ക് ഒരുപാട് ഉൾപ്രദേശങ്ങളുണ്ട്, അവിടെ ഇന്റർനെറ്റ് അവൈലബിൾ അല്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അവർക്ക് സയൻസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻ
പറയുന്ന ഫീൽഡ് ഇത്ര ഡെവലപ്മെന്റ് ആയി അല്ലെങ്കിൽ ഡെവലപ്പ് ആയി എന്നുള്ളത് ഒരുപക്ഷെ ഈ ഉൾനാട്ടിലുള്ള ഇത്രയും റിമോട്ട് ഏരിയാസിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല. അവർക്ക് ഇതൊക്കെ ആക്സസിബിൾ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ചിലപ്പോൾ അവർക്ക് അറിയില്ല. അത് സോ ഒന്നാമത്തെ കാര്യം നമ്മൾ ഡിജിറ്റൽ ഹെൽത്ത് യുനോ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് അല്ലെങ്കിൽ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി കാരണം തന്നെയാണ്. സി അങ്ങനെ എന്താ പറയാ, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ അത്രയും ഹൈഫൈ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റോബോട്ടിക് സർജറീസ് ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ AI യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എല്ലാ ടയർ 2 സിറ്റീസ്, ടയർ 3 സിറ്റീസിലും ആ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല. സോ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇത്രയും ഡെവലപ്മെന്റ് ചെയ്തത് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാണ്ട് നിൽക്കുമ്പോഴാണ് ഇത്രയും ഡെവലപ്മെന്റ് ചെയ്തു എന്ന് അവരറിയില്ല. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് അവിടെ യൂസ് ചെയ്യാണ്ട് പോകും. അതുപോലെ തന്നെ 65% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ റിസൈഡ് ഇൻ റൂറൽ ഏരിയ. സോ മോസ്റ്റ്ലി അർബൻ ഏരിയാസ് അല്ലെങ്കിൽ ടയർ 1, ടയർ 2 സിറ്റീസിൽ ഉള്ള ആൾക്കാർക്കാണ് ആക്സസിബിലിറ്റി കൂടുതൽ വരിക ഒരു പുതിയതായിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ. സോ ബാക്കിയുള്ള റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ചിലപ്പം അവർക്ക് ഇതിന്റെ നോളജ് പോലും ഉണ്ടാവില്ല ഇത്രയൊക്കെ ഡെവലപ്പ് ആയി എന്നുള്ളത്. സോ അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ഡെവലപ്മെന്റ് എല്ലാ ഏരിയയിലും ഈക്വൽ അല്ല എന്നുള്ളത്. രണ്ടാമത്തെ ഡിജിറ്റൽ ലിറ്ററസി. ഡിജിറ്റൽ ലിറ്ററസിയിൽ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് സ്കിൽ അമംഗ് സിറ്റിസൺ ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൾമോസ്റ്റ് 65% ഇന്ത്യൻസ് ആർ ലിവിങ് ഇൻ റൂറൽ ഏരിയാസ്. സോ അത്രയും റൂറൽ ഏരിയയിൽ താമസിക്കുമ്പോൾ അവർക്ക് എന്താ പറയാ, ഇതിന്റെ ഫസ്റ്റ് തിങ് ആക്സസിബിലിറ്റി കുറവായിരിക്കും. സെക്കൻഡ് തിങ് ഡിജിറ്റൽ ലിറ്ററസി കുറവായിരിക്കും. ഡിജിറ്റലി ഇത്ര ഇവോൾവ് ആയി നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്നുള്ള നോളജ് അവർക്ക് കുറവായിരിക്കും. അവർക്ക് മാത്രമല്ല അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ സിസ്റ്റം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള നോളജ് അവർക്കും ഉണ്ടാവുള്ളൂ. സോ അവിടെ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിന്റെ ഗ്യാപ്പ് നല്ലതായിട്ടുണ്ട്. പിന്നെ വരുന്നത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. സോ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ കൺസേൺസ് അബൌട്ട് ഡേറ്റ ബ്രീച്ചസ് ആൻഡ് മിസ്യൂസ്. സോ അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് ഡേറ്റ ഉണ്ട്. ഇത്രയും കാലം ഡിജിറ്റൽ അല്ലാണ്ടായ പേപ്പറിൽ ഉണ്ടായ ഡേറ്റ ഒക്കെ നമ്മളിപ്പോ ഡിജിറ്റലൈസ് ചെയ്യാണ്. സോ ഒരുപാട് ഡേറ്റ ഉണ്ട്. അപ്പൊ ആ ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും കൂടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇത്രയും ഡേറ്റ നമുക്ക് ഉണ്ടാവുമ്പോൾ അതിനെ പ്രോപ്പർ ആയിട്ട് വേറെ ബ്രീച്ചസ് ഒന്നും ഇല്ലാണ്ട് വേറെ മിസ്യൂസ് ചെയ്യാണ്ട് സ്റ്റോർ ചെയ്യുക, അതിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. അടുത്തത് ഇന്റഗ്രേഷൻ, ഇന്റർ ഓപ്പറബിലിറ്റി. സോ ഡിഫിക്കൽട്ടി ഇൻ കണക്ടിങ് വേരിയസ് സിസ്റ്റംസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സിസ്റ്റം ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. നമ്മൾ US അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സിസ്റ്റം ഉണ്ട്. ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല. സോ നമുക്ക് ഉള്ളത് ഡേറ്റ ഒക്കെ എന്താ പറയാ പകുതി അങ്ങനെ ആയിട്ടുള്ളത്. ഒന്ന് നമ്മളൊരു ഇന്റർ ഓപ്പറബിലിറ്റി, ഒരു ഇന്റർ കണക്ടിവിറ്റി ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ ട്രാൻസ്ഫർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അടുത്ത വരുന്നത് ഡിജിറ്റൽ ഹെൽത്ത് റെവല്യൂഷൻ ഇൻ ഇന്ത്യ. സോ ഇതിന്റെ ഫൗണ്ടേഷൻ വരുന്നത് JAM Trinity, ലിങ്കിങ് ഓഫ് ജനധൻ അക്കൗണ്ട്, ആധാർ ആൻഡ് മൊബൈൽ നമ്പേഴ്സ്. അത് 2014 നടന്നത്. Launch of Digital India campaign in 2015 led to the foundation of ABDM. ABDM എന്ന് പറഞ്ഞത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. സോ ഇന്ത്യന്റെ ഡിജിറ്റൽ ഹെൽത്തിലേക്കുള്ള സ്റ്റെപ്പ് അപ്പ് ആണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. സോ നാഷണൽ ഹെൽത്ത് പോളിസീസ് ഉണ്ട് 2017. സോ അതിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവൽ ഇലക്ട്രോണിക് ഡേറ്റാബേസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ ബൈ 2020. സോ നമ്മൾ ഇത്രയും കാലം ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവര് ഡിജിറ്റലൈസ്ഡ് ആയിട്ടില്ല സിസ്റ്റംസ് ഒന്നും. ഇപ്പോഴും നമ്മൾ OP അല്ലെങ്കിൽ IP കൺസൾട്ടേഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരൊരു ഫയൽ തരും. അതിലാണ് ഡോക്ടറൊക്കെ എഴുതുന്നത് കണ്ടീഷൻ എന്താണ്, പ്രോബ്ലം എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ. ഒന്നും ഇതുവരെ പ്രോപ്പർ ഡിജിറ്റലൈസ്ഡ് ആയിട്ടില്ല. സോ ആസ് പെർ ദ നാഷണൽ ഹെൽത്ത് പോളിസി 2017 അവരുടെ ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലില്
electronic database of health information by 2020. പിന്നെ the establishment of disease registries of public health importance by 2020. അതുപോലെ തന്നെ establishment of disease registries of public health. പിന്നെ വരുന്നത് establishment of federated integrated health information architecture and exchanges by 2020. So ഇതിൽ പറയുന്നത് integrated health information. So integrated health informations പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് ഇപ്പം എന്താ പറയാ അവര് 3-4 ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫുൾ ലൈഫ് ടൈമിൽ. സോ അപ്പം നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റൽസിൽ പോയി കഴിഞ്ഞാലും അവരൊരു ഫയല് തരും. അതിലാണ് ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഹിസ്റ്ററി എന്താണ്, ഇഷ്യൂ എന്താണ്, ഡയഗ്നോസിസ് എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ. അപ്പം ഇത് കഴിഞ്ഞ് രണ്ടാമത് വേറെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ഇതുപോലെ ഒരു ഫയല് തരും. സോ ഒക്കെ പേപ്പേഴ്സിലാണുള്ളത്. ഒന്നും ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഓൺലൈൻ ഒരു പോർട്ടലിൽ നോക്കിയാൽ അവിടെ ഒന്നും അത് അവൈലബിൾ അല്ല. സോ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ ഒക്കെ ആയിട്ടുള്ള എല്ലാ ഈ ഹെൽത്ത് ഡേറ്റ ഇൻഫർമേഷനും ക്ലബ് ചെയ്ത് ഒരൊറ്റ സ്പേസിൽ അവൈലബിൾ ആക്കുക. സോ പേഷ്യന്റ് എക്ക് 4 ഹോസ്പിറ്റൽ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഈ 4 ഹോസ്പിറ്റൽ ഹിസ്റ്ററിയും ഒരു സ്പേസിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഹെൽത്ത് ഇൻഫർമേഷൻ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആർക്കിടെക്ചറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നാളെ ഇൻ കേസ് ഇവരെടുക്കുന്ന ഈ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഈ ഡേറ്റ അവരെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കഴിഞ്ഞാലും നമുക്കൊരു പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിൽ അവരുടെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് മേ ബി ഹോസ്പിറ്റൽ എക്സ് ആയിക്കോട്ടെ, വൈ ആയിക്കോട്ടെ, സെഡ് ആയിക്കോട്ടെ. അത് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മളെ കയ്യിലുള്ള ഒരു ഡേറ്റ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഈ ഡേറ്റ ഓൾറെഡി ഉണ്ട്. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഈ ഡേറ്റ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർക്ക് അവിടെ കയറിയിട്ട് ഈ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി ഫുൾ നോക്കാം. സോ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ലീഡിംഗ് ടു ABDM, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാല് നാഷണൽ ഹെൽത്ത് പോളിസി 2017 സ്പെസിഫിക് ഗോൾസ് ഉണ്ട്. പിന്നെ വരുന്നത് നാഷണൽ ഹെൽത്ത് സ്റ്റാക്ക് 2018. പിന്നെ NDHP 2019 ബ്ലൂ പ്രിന്റ് ഡേറ്റ ഉണ്ട്. NDHM 2020 പൈലറ്റ് ഫേസ്. പിന്നെ അതിനുശേഷമാണ് ABDM, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ 2021 നാഷണൽ വൈഡ് ലോഞ്ച് ചെയ്തു. സോ ഇതിന് വേറെ കീ മൈൽ സ്റ്റോൺസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, സോ 2014 JAM ട്രിനിറ്റി നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ജനാർദ്ദൻ, ആധാർ, മൊബൈൽ laid the foundation for digital health. ഇത് മൂന്നും നമ്മൾ കമ്പൈൻ ചെയ്തു, ലൈക് ഡിജിറ്റലി ലിങ്ക് ചെയ്തു. സോ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തു. അതുപോലെ 2015 ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച്ഡ്. 2017 നാഷണൽ ഹെൽത്ത് പോളിസി emphasized digital health infrastructure. In 2018 National Health Stack NHS introduced by Niti Aayog. In 2019 National Digital Health Blueprint prepared. In 2020 pilot phase of Ayushman Bharat Digital Mission launched in 6 union territories. 2021 national wide rollout of Ayushman Bharat Digital Mission was announced. So Ayushman Bharat Digital Mission important ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഫെഡറേറ്റഡ് ആർക്കിടെക്ചർ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ഡേറ്റ മാനേജ്മെന്റ്, സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് ഫോർ യൂണിഫൈഡ് ആൻഡ് ആക്യുറേറ്റ് ഹെൽത്ത് ഡേറ്റ. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. സോ ഒരു പേഷ്യന്റിന്റെ ഫുൾ ലൈഫ് ഹിസ്റ്ററി, ഫുൾ ഹെൽത്ത് ലൈഫ് ഹിസ്റ്ററി ഒരു സ്പേസിൽ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ABDMന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ പറ്റിയിട്ട് സോ ഇതിന്റെ നാഷണൽ റോൾ ഔട്ട് ഇന്ത്യയിൽ ഫുൾ ആയിട്ട് ഇത് അനൗൺസ് ചെയ്യുന്നത് 27 സെപ്റ്റംബർ 2021 നാഷണൽ ഹെൽത്ത് അതോറിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. പിന്നെ അതിന്റെ മെയിൻ എയിം എന്താണ്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഫോർഡബിലിറ്റി, എഫിഷ്യൻസി, accessibility, inclusive, timely and safe. ഈ 6 ഫീച്ചേഴ്സ് ആണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിൽ വരുന്നത്. സോ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് അഫോർഡബിൾ ആയിരിക്കുക. പിന്നെ എഫിഷ്യൻസി, അതിന്റെ എഫക്റ്റീവ്നെസ് മാക്സിമം ആയിരിക്കുക.
ആക്സസിബിലിറ്റി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ, എല്ലാ റൂറൽ urban എല്ലായിടത്തുള്ള സിറ്റിസൺസിനും അത് എത്തിപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇൻക്ലൂഡിങ് എവ്രി വൺ, ഒരു ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ എനിത്തിങ്, സെക്സ്, കാസ്റ്റ്, ക്രീഡ്, നത്തിങ്. പിന്നെ ടൈംലി, കറക്റ്റ് ടൈംലി ഡെലിവറി, ആക്യുറേറ്റ് ടൈം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ഡെലിവറി, അതുപോലെ തന്നെ സേഫ്. പിന്നെ പ്രിൻസിപ്പിൾസ്, ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്താന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് ടു ഡേറ്റ മാനേജ്മെന്റ് ആൻഡ് സിസ്റ്റം ഇന്റഗ്രേഷൻ. സോ ഫസ്റ്റ് തിങ്, ലോക്കൽ ഡേറ്റാബേസ്. സോ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അവര് ഡേറ്റ, പേഷ്യന്റ് ഡേറ്റ ഒക്കെ ലോക്കലി അല്ലെങ്കിൽ പേപ്പറിലാണ് എപ്പോഴും ഉള്ളത്, സ്റ്റോർ ചെയ്തിട്ടുള്ളത്. Interoperability via APIs. The hospital communicates securely without transferring all data to a central database. In a patient control, patient authorizes access, ensuring data used only with consent. Real-time updates ensure everyone has the most up-to-date data information across the network. So, we already discussed the federated architecture. Same കാര്യമാണ് ഇവിടെ പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫെഡറേറ്റഡ് ആർക്കിടെക്ചറിനെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, ലൈക്ക് ഒരു പേഷ്യന്റിന്റെ ഡിഫറെന്റ് ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ ഒരു സിംഗിൾ സ്പേസിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കുക. അതിനെയാണ് ബേസിക്കലി ഫെഡറേറ്റഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അടുത്തത് ആയുഷ്മാൻ ഡിജിറ്റൽ ഭാരത് ഡിജിറ്റൽ ഹെൽത്ത് അക്കൗണ്ട്, ABHA. സോ ഈ അക്കൗണ്ടിൽ എന്ന് പറയുന്നത് ഒരു 14 ഡിജിറ്റ് യുണീക് നമ്പർ ഉണ്ടാവും. നമ്മൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ ആധാർ കാർഡിനുള്ള നമ്പർ ഉണ്ടല്ലോ, അതുപോലെ ഒരു യുണീക് 14 ഡിജിറ്റ് നമ്പർ നമുക്ക് തരും. സോ ആ നമ്പർ ടൈപ്പ് ചെയ്താലായിരിക്കും നമ്മളുടെ ഫുൾ ഹെൽത്ത് ഡേറ്റാബേസ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് എന്താ പറയുക, ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഈ നമ്പർ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ യുണീക്ലി ഐഡന്റിഫൈങ് പേഴ്സൺ. സോ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ആധാർ നമ്പർ പോലെ ഇതൊരു യുണീക് നമ്പർ ആണ്, രണ്ടാൾക്ക് സെയിം നമ്പർ ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. പിന്നെ ഒത്തന്റിക്കേറ്റിംഗ് ദം സെക്യൂർലി. സോ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അത് ഒത്തന്റിക്കേഷൻ കറക്റ്റായി നടക്കാം. ത്രെഡിങ് ദെയർ ഹെൽത്ത് റെക്കോർഡ്സ് അക്രോസ് മൾട്ടിപ്പിൾ സിസ്റ്റംസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഹെൽത്ത് ഡേറ്റ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ, സോ ദാറ്റ് എവ്രി വൺ ക്യാൻ ആക്സസ് ഇറ്റ് ഫോർ ബെറ്റർ ഓപ്പറബിലിറ്റി ആൻഡ് റിസൾട്ട്സ്. പിന്നെ വരുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് രജിസ്റ്റർ. സോ ഇതെന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് റെപ്പോസിറ്ററി ഓഫ് ഓൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അക്രോസ് മോഡേൺ ആൻഡ് ട്രഡീഷണൽ. സോ നമ്മൾ പേഷ്യന്റ് ഇൻഫർമേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഇൻഫർമേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ദാറ്റ് ആ രജിസ്ട്രി ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തില് അല്ലെങ്കിൽ ആ രജിസ്ട്രിയിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് രജിസ്ട്രീസ്, നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ പറഞ്ഞതുപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽസ്, പബ്ലിക്, പ്രൈവറ്റ്, അതുപോലെ തന്നെ ക്ലിനിക്സ്, ഡയഗ്നോസ്റ്റിക്സ് ലാബ്സ്, ഫാർമസീസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒക്കെ എന്താ പറയാ അവൈലബിൾ ആയിട്ടുള്ള ലൈക്ക് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കോംപ്രിഹെൻസീവ് ആയിട്ട് ഒക്കെ കൂടെ ഒരു രജിസ്ട്രി അല്ലെങ്കിൽ ഒരു സ്പേസിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കുക. പിന്നെ വരുന്നത് യൂണിഫൈഡ് ഹെൽത്ത് ഇന്റർഫേസ്, UHI. So UHI എന്ന് പറയുന്നത് ഓപ്പൺ പ്രോട്ടോകോൾ ഫോർ വേരിയസ് ഡിജിറ്റൽ ഹെൽത്ത് സർവീസസ് ആക്ടിംഗ് ആസ് എൻ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ എൻഡ് യൂസർ ആപ്ലിക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡർ ആപ്ലിക്കേഷൻ. സോ UHI എന്ത് ചെയ്യാന്ന് വെച്ചാൽ enables digital health services like booking appointments and teleconsultation, ensures interoperability between apps used by different hospitals, labs, pharmacies and EHRs. So unified health interface എന്ന് പറയുന്നത് ഒരു സിംഗിൾ സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ ഇന്റർഫേസ് വേർ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞ പേഷ്യന്റ് ഇൻഫർമേഷൻ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഇൻഫർമേഷൻ, ഹെൽത്ത് കെയർ ഫെസിലിറ്റിന്റെ ഇൻഫർമേഷൻ
ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നത് ഒരു സിംഗിൾ സ്പേസിൽ ആയിരിക്കണം. സോ ഇതാണ് UHI എന്ന് പറയുന്നത്. സോ UHI ആയിക്കഴിഞ്ഞാൽ അത് അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങിന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതുപോലെ ടെലി കൺസൾട്ടേഷൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. ഓരോ ഹോസ്പിറ്റൽസ് എന്താ പറയുക ഡയഗ്നോസ്റ്റിക്സിന് അല്ലെങ്കിൽ മെഡിസിൻ ഡെലിവറി ചെയ്യാനൊക്കെ ഡിഫറെന്റ് ആപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവര് തമ്മിൽ ഒരു ഇന്റർ ഓപ്പറബിലിറ്റി അതും കൂടിയാണ് UHI പ്രൊമോട്ട് ചെയ്യുന്നത്. സോ നമ്മൾ യൂണിറ്റ് 1 പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഇനി പാർട്ട് 2 നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. താങ്ക് യു.